ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആവശ്യവും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. ഇതോടെ വൻ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഉയരുന്നത്. ജൂൺ 9 അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാവുക. ഈ സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾ ഒന്നും തന്നെ കടലിൽ പോവാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലാവധി. ട്രോളിംഗ് നിരോധനം പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സമ്പാദ്യ ആശ്വാസ പദ്ധതി കൃത്യസമയത്ത് ലഭിക്കാത്തതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്ന തണൽ പദ്ധതി നിലച്ചിട്ട് വർഷങ്ങളായെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഡീസൽ സബ്സിഡി നിർത്തലാക്കിയത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഡീസൽ സബ്സിഡി എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ. അത് മാത്രമല്ല, മത്സ്യത്തൊഴിലാളിയുടെ നിരവധി പ്രശ്നങ്ങൾ ഫിഷറീസ് ബന്ധപ്പെട്ട സംഘടനകൾ ഫിഷറീസ് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ഈ ഭാഗത്തേക്ക് ഫിഷറീസ് മന്ത്രിയുടെ ഒരു ശ്രദ്ധയും പെടുന്നില്ല. മത്സ്യത്തൊഴിലാളിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും ഞങ്ങളുടെ സഹായം കിട്ടുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ട്രോളിംഗ് സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. പ്രളയകാലത്ത് കേരളത്തെ ദുരിതത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയവരുടെ ആവശ്യങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.